അഷ്റഫുൽ ഖൽഖായ ത്വാഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട സഹാബി വന്നിട്ട് ചോദിച്ചില്ലേ, അല്ല റസൂലുള്ളാഹ് നബിയേ, ഈ ലോകത്തിൽ ഈ പാവപ്പെട്ട ഞാൻ ഏറ്റവും കടമപ്പെട്ടത് ആരോടാണ് നബിയേ? ഏറ്റവും കടമപ്പെട്ടത് ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണെന്ന് ഖാല റസൂലുള്ളാഹ്. പിന്നെയും ചോദിച്ചു, നബിയേ, ഇനി ഞാൻ ആരോടാ ഈ ലോകത്തിൽ ഏറ്റവും കടമപ്പെട്ടത്? രണ്ടാമതും പറഞ്ഞു, ഉമ്മുക യാ സ്വഹാബാ, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും ചോദിച്ചു, നബിയേ, ഇനി ഞാൻ ആരോടാണ് കടമപ്പെട്ടത്? മൂന്നാമതും റസൂലുള്ളാഹ് പറഞ്ഞത്, ഉമ്മുക യാ സ്വഹാബാ, നിന്റെ ഉമ്മയോടാണ് പൊന്നുമോനെ, നിന്റെ ഉമ്മയോടാണ് പൊന്നുമോനെ. നാലാമത് വീണ്ടും ആ സഹാബി ചോദിച്ചു, ഇനി ഞാൻ ആരോടാണ് കടമപ്പെട്ടത് യാ റസൂലുള്ളാഹ്? അബൂക യാ സ്വഹാബാ, നിന്റെ വാപ്പയോടാണ് സ്വഹാബാ. കണ്ടോ മാതാപിതാക്കളുടെ സ്ഥാനം? ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കൊടുത്തത് ഉമ്മക്കാണ്. അവസാനം പ്രോത്സാഹന സമ്മാനമാണ് വാപ്പാക്ക് അല്ലാഹു കൊടുത്ത് റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തത്. അത്രത്തോളം സ്ഥാനമുണ്ട് ഉമ്മാക്കും വാപ്പാക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവരെ നിന്ദിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. എന്നാ ദുനിയാവിലും അനുഭവിക്കും, എന്നാൽ ആഖിറത്തിലും അനുഭവിക്കും. കണ്ടില്ലയോ പ്രിയപ്പെട്ടവരെ, മലപ്പുറത്ത് നടന്നൊരു സംഭവമല്ല, നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചതല്ലേ, ഞാൻ നേർസാക്ഷിയായിട്ട് പോയി കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ഉമ്മ പ്രിയപ്പെട്ട പൊന്നുമോനെ വാപ്പ മരിച്ചുപോയി യതീമായപ്പോൾ പ്രിയപ്പെട്ട ഉമ്മയതാ ആ മകനെ വളർത്തി വലുതാക്കുകയാണ്. ആ ഉമ്മ എവിടെ പോയാ ജോലി ചെയ്തത്? ഹോട്ടലിൽ ജോലിക്ക് പോയി ആ പൊന്നുമോനെ വളർത്തി വലുതാക്കി. വലുതായപ്പോൾ ആ മകനോട് പറഞ്ഞു, പൊന്നുമോനെ കല്യാണം കഴിക്കടാ. അവൻ പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാൻ ഉമ്മയോടൊപ്പം ജീവിക്കാം. കുറേ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവസാനം അവനൊന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കല്യാണം കഴിച്ച് പുതുമണവാട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അല്ലാഹുവേ, കുറേ ദിവസം സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു, ആനന്ദത്തിൻ്റെ ദിവസങ്ങളായിരുന്നു, സുന്ദരമായ ദിവസങ്ങളാ വീട്ടിൻ്റെ ഉള്ളറകളിൽ അലയടിക്കുകയാ. കുറേ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ അത്രയ്ക്ക് ശരിയല്ല, ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, എന്നോടതാ ധിക്കാരം പറയുകയാ, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പലതും പറയുകയാ. ആ മോൻ പറഞ്ഞു, എൻ്റെ ഉമ്മയാ, എന്നെ പൊന്നുപോലെ നോക്കിയ ഉമ്മയാ, അവരെക്കുറിച്ച് നീ ഒന്നും പറയല്ലടി, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും വലുത് എൻ്റെ ഉമ്മയാ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, തലയിണ മന്ത്രങ്ങൾ അധികരിച്ചു. നിങ്ങളുടെ ഉമ്മ അങ്ങനെയാണ്, എന്നെ അടുക്കളയിൽ കയറ്റൂല, ഭക്ഷണം പാചകം ചെയ്യാൻ സമ്മതിക്കൂല, അങ്ങനെ നിങ്ങളെക്കുറിച്ച് മറ്റത് ഓരോന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ അതാ സുബ്ഹാനല്ലാഹ് ഉമ്മയെക്കുറിച്ച് അതാ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ, ദേഷ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്. അങ്ങനെ അവസാനം മകൻ്റെ മനസ്സിനകത്തും ഉമ്മയോട് ദേഷ്യം വന്നു തുടങ്ങി. ഏതുമ്മയാ? താൻ എഴുന്നേൽക്കാൻ സമയമാകുന്നതിന് മുമ്പ് വാപ്പ മരിച്ചു പോയപ്പോ തന്നെ പൊന്നുപോലെ നോക്കിയ ഉമ്മ, കഷ്ടപ്പെട്ട് ഹോട്ടലിൽ പോയി പണിയെടുത്ത് തന്നെ സുന്ദരമായി പരിപാലിച്ച തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയോട് മനസ്സിനകത്ത് വിദ്വേഷം അതാ പൊട്ടുന്നു. ഒരു ദിവസം മകന് ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഉമ്മയതാ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
സിറ്റൗട്ടിൽ നിന്നുകൊണ്ട് മകൻ അങ്ങനെ വാതിലങ്ങോട്ട് തുറക്കുമ്പോൾ മോനോട് ഉമ്മ പറഞ്ഞു, പിന്നെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ ഭാര്യ എന്നോട് ധിക്കാരം പറഞ്ഞടാ എന്നാദ്യമായിട്ട് തൻ്റെ ഭാര്യയെ കുറിച്ച് പ്രിയപ്പെട്ട ഉമ്മ ഒരു ദിവസം ആ ഭാര്യയെ കുറിച്ച് ഭർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞപ്പോ എത്രയോ ദിവസം ആ ഉമ്മാനെ കുറിച്ച് പ്രിയപ്പെട്ട ഭാര്യ വിദ്വേഷത്തിൻ്റെ വാക്ക് പറഞ്ഞു. പക്ഷേ ഭാര്യയെ ഇതുവരെ ഒന്നും ചെയ്യാത്ത ആ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, ആ സിറ്റൗട്ടിലേക്ക് ഇരുന്നതായ പൊന്നുമ്മാൻ്റെ നെഞ്ചത്തിലേക്ക് ആഞ്ഞ് ചവിട്ടിയില്ലേ. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ വെച്ച് തന്നെ ആ മകന് അനുഭവത്തിൻ്റെ പാഠങ്ങൾ അല്ലാഹു കൊടുത്തില്ലേ സഹോദരങ്ങളെ. എങ്ങനെയാണെന്നറിയുമോ? ആ പൊന്നുമോന ചെറുപ്പക്കാരൻ ഒരു ദിവസം നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, നിസാരമായ നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നഖം ഒന്ന് കയറിയിട്ട് അല്പം മുറിവ് പറ്റി. ആ മുറിവങ്ങനെ ഇരുന്ന് വ്രണമായി. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു വിരലെടുത്ത് കളയണം, വിരൽ മുറിക്കണം. അങ്ങനെ വിരൽ മുറിച്ച് കളഞ്ഞു. പഴുപ്പ് നിൽക്കുന്നില്ല, മുകളിലേക്ക് കയറുകയാണ്. പാദങ്കാല് മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പാദങ്കാല് മുറിച്ചു. പിന്നെ പഴുപ്പ് മുകളിലേക്ക് കയറി. മുട്ട് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. മുട്ട് മുറിച്ച് കളഞ്ഞു. മുട്ട് മുറിച്ച് കളഞ്ഞപ്പോൾ തന്നെ ഇന്നലെ വരെ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് തലയണ മന്ത്രം നടത്തിയ പ്രിയപ്പെട്ട ഭാര്യ പിന്നെ അവൻ്റെ കൂടെ വീട്ടിലില്ല. ഇനി ഇവനെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ആ പ്രിയപ്പെട്ട ഭാര്യ അവനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയില്ലേ. അവസാനം പഴുപ്പ് മുകളിലേക്ക് കയറുകയാ. ആ അര മുതൽ മുറിച്ച് താഴേക്ക് കളഞ്ഞില്ലേ. ഇനി മുറിക്കാൻ സ്ഥലമില്ല. അവസാനം ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ലോകത്തിനോട് വിട പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പരിശുദ്ധ ഖുർആൻ പറയുകയാ, അവരോട് നല്ല വാക്ക് പറയണേ, അവരോട് എന്ന് പോലും പറയരുത്. ഫലാ തഖുല്ലഹുമാ ഉഫിന്, അവരോട് നീ എന്ന് പോലും പറയരുത്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാ, നിന്റെയും എൻ്റെയും മാതാപിതാക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കാൽപാദത്തിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന് പറയുമ്പോൾ ആ ഉമ്മയിനെയും വാപ്പയിനെയും ധിക്കരിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിനക്ക് ഈ ദുനിയാവുമില്ല, നാളെ ആഖിറവുമില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ പറയുക, മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ഈ ദുനിയാവും കിട്ടൂല, നാളെ ആഖിറവും കിട്ടൂല. അതുകൊണ്ട് തെറ്റുകളില്ലാതെ മഹത്തുക്കൾ ജീവിച്ചതുപോലെ നന്മയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ എത്ര പേരാണ് ഈ ദുനിയാവിൽ ധിക്കാരികളായി നടന്നതിൻ്റെ പേരിൽ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞ എത്രയോ പേരെ നമുക്ക് കാണാം. അതിൻ്റെ ഓരോ അലയൊലികളല്ലേ നമ്മളിന്ന് കാണുന്നത്. മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനല്ലേ അബൂലഹബ്. ആ അബൂലഹബിനെ അള്ളാഹു നശിപ്പിച്ചത് കണ്ടില്ലയോ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, തബ്ബത് യദാ അബൂലഹബിൻ തബ്ബത് യദാ അബീലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബിലും മിൻ മസദ്. പരിശുദ്ധമായ ഖുർആൻ അബൂലഹബിനെ കുറിച്ച് പറഞ്ഞില്ലയോ സഹോദരങ്ങളെ? എന്താ അബൂലഹബിനെ സംബന്ധിച്ച് പറഞ്ഞത്? അബൂലഹബ് ചെയ്ത തെറ്റെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധിക്കരിച്ച് നടന്നു. അള്ളാഹുവിനെ അഹങ്കാരി എന്ന് വിളിച്ചുകൊണ്ട് നടന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. അങ്ങനെ റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് നടന്നവനാണ് അബൂലഹബ്. ആ അബൂലഹബിനെ അള്ളാഹു അവസാനം നശിപ്പിച്ചത് കണ്ടില്ലേ? അള്ളാഹുവേ, എന്തൊരു നശീകരണമാണ്! അതാ അഹങ്കാരത്തോടെ അഹന്തയോടെ പണവും പത്രാസുമായിട്ട് മക്ക എന്ന് പറയുന്ന സുന്ദരമായ രാജ്യത്തിൽ താമസിച്ചിരുന്ന അബൂലഹബിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബ് നശിച്ചു പോയില്ലേ? മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. എടോ, സമ്പത്ത് ഉപകാരപ്പെടൂല. മരണസമയത്ത് അവൻ്റെ കുടുംബം അവനിക്ക് ഉപകാരപ്പെടൂല. അവൻ സമ്പാദിച്ചതൊന്നും അവനിക്ക് മരണസമയത്ത് ഉപകാരപ്പെടൂല. എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രം ഉപകാരപ്പെടുന്ന സമയമാ മരണത്തിൻ്റെ സമയം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, അബൂലഹബിൻ്റെ അവസാന നിമിഷങ്ങൾ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ ധനം അവനിക്ക് ഉപകാരപ്പെട്ടില്ല, അവൻ്റെ സമ്പാദ്യം അവനിക്ക് ഉപകാരപ്പെട്ടില്ല. അവസാനം അബൂലഹബ് പുഴുത്തില്ലേ? പുഴുക്കൾ ശരീരത്തിലൂടെ നിർഗളിച്ചില്ലേ? രക്തത്തിൽ കുളിച്ച് കിടന്നില്ലേ? മക്കയിലെ ധനാഠ്യനായി ജീവിച്ചിരുന്ന അബൂലഹബിനെ നോക്കാൻ തൻ്റെ കൂടെ കിടന്ന ഭാര്യയ്ക്ക് പോലും അവസാനം കഴിയുന്നില്ല. മക്കൾ അടുക്കുന്നില്ല. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അബൂലഹബിനെ ആർക്കും വേണ്ട. മക്കയിലുള്ള ഖുറൈശി പ്രമുഖന്മാര് പോലും അബൂലഹബിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അത്രയ്ക്ക് നാറ്റമാണടാ. നാറിക്കൊണ്ട് പുഴുക്കൾ പുറത്തേക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അപമാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ അവൻ പുഴുത്തു നിർഗളിച്ച് കിടക്കുന്നു. അവസാനം അബൂലഹബിന് എന്താ സംഭവിച്ചത്? സയസ്ലാ നാറൻ ദാത്ത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്, അവനെ നാം നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്നു. പുലുവഴിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് വീട്ടിൻ്റെ ഉള്ളറകളിൽ കിടന്നിട്ട് നാറിയപ്പോ ആ കട്ടിലിൽ നിന്നുകൊണ്ട് അബൂലഹബിനെ വലിയൊരു തടി കൊണ്ടുവന്ന് പുറത്തേക്ക് കുത്തി തള്ളിയിടുന്നു. ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. അത്രത്തോളം അതാ നാറ്റമടിച്ച് വീശുമ്പോ ദുർഗന്ധമടിച്ച് വീശുകയാണ് അബൂലഹബിൻ്റെ ശരീരത്തിൽ നിന്ന്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം വേലക്കാരെ വിളിച്ചുകൊണ്ട് വലിയൊരു കമ്പെടുത്തിട്ട് അബൂലഹബിനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തള്ളിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ. അങ്ങനെ പുറത്തേക്ക് വീണ അബൂലഹബ്, ആ അബൂലഹബിനെ അവിടെയതാ വീട്ടിൻ്റെ പുറത്തിട്ടിരിക്കുകയാ. ഭാര്യ തിരിഞ്ഞു നോക്കുന്നില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, കുടുംബക്കാർക്ക് വേണ്ട, ബന്ധുക്കൾക്ക് വേണ്ട. അങ്ങനെ അബൂലഹബ് അവസാനം മരിച്ചപ്പോ പറയുകയാ, സുബ്ഹാനല്ലാഹ്, എടാ ധനമുണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരപ്പെടാൻ പാടില്ല. വലിയ വാഹനങ്ങളുണ്ടെങ്കിൽ അഹങ്കാരപ്പെടാൻ പാടില്ല. അറബി സയ്യിദ് തങ്ങൾ ജീവിച്ചത് എത്രയോ സുന്ദരമായ ജീവിതമാ. മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ ജീവിച്ചത് എത്രയോ സുന്ദരമായ ജീവിതമാ. അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ സമ്പത്ത്, അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ നമ്മുടെ ആരോഗ്യം. ആ അനുഗ്രഹങ്ങളെ ചിന്തിച്ചുകൊണ്ട് ശുക്ർ ചെയ്ത് ജീവിക്കലല്ലാതെ, നന്ദി ചെയ്ത് ജീവിക്കലല്ലാതെ അഹങ്കാരം പാടില്ല മോനെ. ഇല്ലെങ്കിൽ അവസാനം അബൂലഹബ് ചത്തതുപോലെ അതുപോലെ ചാവേണ്ടി വരും ചെറുപ്പക്കാരാ.
ദുനിയാവും കിട്ടൂല, ആഖിറവും കിട്ടൂല നമുക്ക്. അതുകൊണ്ട് അഹങ്കാരം വേണ്ട. അവസാനം അബൂലഹബ് ചത്തപ്പോ അതാ മരുഭൂമിയിലൊരു കുഴിയെടുക്കുന്നു. കുഴിയെടുത്തിട്ട് വലിയൊരു കമ്പ് കൊണ്ട് വന്നിട്ട് ദൂരെ നിന്ന് തള്ളുകയാ. തള്ളിയ കുഴിയിലേക്ക് അങ്ങ് മറിച്ചിട്ടിട്ട് മുകളിലേക്ക് മണ്ണ് വാരിയിട്ടോ. അവസാനം കബറടക്കുന്ന സമയത്ത് പോലും അബൂലഹബിനെ ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട. അത്രത്തോളം നിന്ദ്യനായി, ദുനിയാവ് കിട്ടാതെ ആഖിറം കിട്ടാതെ അബൂലഹബ് ചത്തുപോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ ചെയ്തുകൊണ്ട് അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉസ്താദുമാര് പറയുമ്പോൾ അത് ചെവിക്കൊള്ളാതെ അഹങ്കാരികളായി ഞാൻ നോക്കിക്കൊള്ളാം ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നാളെ ആഖിറവും കിട്ടൂല, ഈ ദുനിയാവും കിട്ടൂലടാ. അതുകൊണ്ട് നന്നായി ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ വെള്ളപ്പൊക്കമില്ലാത്ത വർഷങ്ങൾ ഏതാ ഉള്ളത്? ഇപ്പോൾ വെള്ളപ്പൊക്കങ്ങളില്ലാത്ത സമയങ്ങൾ എപ്പോഴാ ഉള്ളത്? എപ്പോഴും മഴ തന്നെ, എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ, എപ്പോഴും അതാ ഉരുൾപൊട്ടൽ സംഭവിക്കുകയാണ്, എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പേമാരി വരുന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ എറണാകുളം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നില്ലേ? എത്ര ആളുകളാ മരണപ്പെടുന്നത്, എത്ര ഉരുൾപൊട്ടലുകളാ സംഭവിക്കുന്നത്, ഉരുൾപൊട്ടലുകളിൽ എത്ര പേരാ ഒലിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര കൊടുങ്കാറ്റുകളാ, മുമ്പൊന്നും കേട്ടുപോലും പതിവില്ലാത്ത വാർത്തകളല്ലേ. ഇങ്ങനെ എത്ര പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. ഇതൊക്കെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അള്ളാഹു തരുന്നതല്ലേ. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, ഫിർഔൻ അങ്ങനെ ജീവിച്ചില്ല. അതുകൊണ്ട് ഫിർഔനെയും സമുദായത്തിനെയും അള്ളാഹു ശിക്ഷിച്ചു. ഹാമാന് നടന്നില്ല, ഹാമാനെ അള്ളാഹു ശിക്ഷിച്ചു. ഇങ്ങനെ അള്ളാഹിനെ സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞപ്പോൾ ധിക്കരിച്ചുകൊണ്ട് നടന്നവരെ അള്ളാഹു ശിക്ഷിച്ച നമ്രൂദിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ? ഫിർഔനിൻ്റെ ചരിത്രമില്ലേ? അള്ളാഹിനെ സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞപ്പോൾ അവരൊന്നും നടന്നില്ല. അപ്പോൾ അള്ളാഹു അവർക്കെതിരെ ശിക്ഷകൾ കൊടുത്തയച്ചു. കണ്ടില്ലേ, ലൂത്ത് നബിയുടെ സമുദായം, അവരുടെ പ്രത്യേകത എന്താണ്? ഗേക്കളല്ലേ, ലെസ്ബിയനല്ലേ? അതാ സ്വശരീരങ്ങളുമായി സ്വവർഗത്തിൽപ്പെട്ട സ്വവർഗരതീനെ ഇഷ്ടപ്പെടുന്ന ലൂത്ത് നബിയുടെ സമുദായം ഇന്നത്തെ ലോകത്തിനെ പോലെ, ഇന്നുള്ള കാലഘട്ടത്തിനെ പോലെ സ്വവർഗരതിയത നിയമമാക്കി, നിയമപുസ്തകമാക്കി കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടടാ. അത് ലൂത്ത് നബിയുടെ സമുദായമാണ്. അവരെ അള്ളാഹു നശിപ്പിച്ചില്ലേ? അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രത്തോളം ശിക്ഷകൾ ഈ ലോകത്തിൽ നടക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഫിർഔനിനെയും ഹാമാനിനെയും നമ്രൂദിനെയും ഒക്കെ നമ്മളെപ്പോലെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് പറഞ്ഞത്, സൂക്ഷിക്കണേ, അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കണേ എന്ന്. അങ്ങനെ ജീവിച്ചില്ല. അപ്പോൾ അള്ളാഹു അവരുടെ മേലിലേക്ക് അദാബുകൾ പറഞ്ഞു വിട്ടു. അതുപോലെ നമ്മളോടും പറഞ്ഞു സൂക്ഷിക്കണേ. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ദുആ ഉണ്ട്, എൻ്റെ സമുദായത്തിനെ ഒന്നടങ്കം നീ നശിപ്പിക്കല്ലേ അല്ലാ എന്ന്. ആ ഒരു ദുആ ഉള്ളത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് നശിച്ചു പോകൂല മറ്റുള്ള സമുദായങ്ങളെപ്പോലെ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കഴിച്ചിലായി പോയിക്കൊണ്ടിരിക്കുന്നത്.